നമുക്ക് ബത്തു കേവ്സിലെ കാഴ്ചകളിലേക്ക് പോയാലോ. ഇതാണ് ഇവിടുത്തെ പ്രധാന ആകർഷണമായ മുരുകൻ. മലേഷ്യയിലെ ഏറ്റവും വലിയ ടെമ്പിളും ഇവിടെയാണ്. അതേപോലെ ഈ പറഞ്ഞത് ടോളസ്റ്റ് സ്റ്റാച്ചു ആണ് ഇത്. മുരുകൻ്റെ ടോളസ്റ്റ് സ്റ്റാച്ചു ആണ് ഇത്. ബത്തു കേവ്സിൻ്റെ മെയിൻ ആകർഷണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുരുകൻ ടെമ്പിളിൻ്റെ ഉള്ളിൽ വേറെയും ടെമ്പിളുകളുണ്ട്. അതെല്ലാം ആ ഗുഹയുടെ ഉള്ളിലാണ്. മലേഷ്യയിൽ പോകുന്ന ടൂറിസ്റ്റുകളിൽ പൊതുവെ ഭൂരിപക്ഷ ആൾക്കാരും വന്ന് പോകുന്ന ഒരു സ്ഥലമാണ് ഈ ബത്തു കേവ്സ്. അത് അവിടുത്തെ ഒരു ടൂറിസ്റ്റ് ആകർഷണമാണ്. കാണാൻ നല്ല രസമുണ്ട്. ഈ പറഞ്ഞ ആർക്കോളജിയൊക്കെ നോക്കുന്നവർക്ക് ഇത് നല്ല രീതിയിൽ വർക്കാവും. ഈ കേവ്സിൻ്റെ ഉള്ളിലെ കാഴ്ചകളും അങ്ങനെ പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ബത്തു കേവ്സിൽ അത്യാവശ്യം തിരക്കുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, അത്യാവശ്യം നല്ല തിരക്കുകളുണ്ട്. പിന്നെ ഇത് അമ്പലത്തിൽ മെയിൻ തമിഴന്മാരാണ് ഇതിന് ശാന്തിമാരൊക്കെ ആയിട്ടുള്ള ഇതുള്ളത്. ഇവിടെ തമിഴിലെ റൈറ്റിങ്സും കാണാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ ഈ കേവ്സിൻ്റെ ഉള്ളിലെ കാഴ്ചകളും നല്ല രസമാണ്. ഈ ഗുഹയുടെ ഉള്ളിൽ ഗുഹ എങ്ങനെയാണ് വിശ്രമിച്ചൊക്കെ ഇരിക്കുന്ന സെറ്റപ്പാണ്. അതിൽ തന്നെ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ സൂര്യൻ നേരിട്ട് നമ്മുടെ അവിടെ അവിടെ കാണാൻ പറ്റും. പതിക്കുന്നതും അവിടെയൊക്കെ നമുക്ക് കാണുമ്പോൾ നയനമനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. പിന്നെ ഈ ഭാഗത്ത് മുരുകൻ്റെ വാഹനമുള്ള മയിൽ ഇപ്പം മയിലിൻ്റെ കുറേ ശില്പങ്ങളൊക്കെയും അവിടെ ഇവിടെയൊക്കെ കാണാൻ സാധിച്ചായിരുന്നു. കോലാലംബിൽ വിസിറ്റ് ചെയ്യുന്ന 100% ആൾക്കാരിൽ ട്വിൻ ടവർ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ബത്തു കേവ്സും അവിടുത്തെ ടെമ്പിളും. പിന്നെ ഇതിനകത്ത് ബത്തു കേവ്സിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പല സ്റ്റെപ്പുകൾ കടന്നാലാണ് ഇതിൻ്റെ ഉള്ളിലെ ഏറ്റവും ടോപ്പ് എൻഡ് പോർഷൻ എത്തുള്ളൂ. ഇതാണ് ഏറ്റവും ടോപ്പ് എൻഡ് പോർഷൻ. ഇവിടെ നമുക്ക് നേരിട്ട് സൂര്യപ്രകാശമൊക്കെ ഇതിനുള്ളിൽ കേവ്സിൻ്റെ ഉള്ളിലെത്തും. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.